അപ്പൊ പ്രസിഡന്റ്, നമ്മൾ പറഞ്ഞു വന്നത് ഈ പഞ്ചായത്തിലെ ഭരണമടക്കം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നതാണ് ചോദ്യം. പഞ്ചായത്ത് പ്രതിഫലിക്കും. പഞ്ചായത്ത് നല്ല ഭരണം തന്നെ കാഴ്ചവെക്കുന്നത്. എല്ലാവർക്കും ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംശയമില്ല. ഓക്കെ ഓക്കെ. ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് മറുപടി കോൺഗ്രസിൽ നിന്ന് വരാം. കോർപ്പറേറ്റുകളെയും ഭരണത്തിനെയും കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്ന BJP 400 സീറ്റ് സ്വപ്നം കാണലും ചിഹ്നം കാക്കാൻ മത്സരിക്കുന്ന CPM-നും യാതൊരു പ്രസക്തിയില്ല. ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തുരത്തി ഓടിക്കുന്ന കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരം വരും എന്ന് തന്നെയാണ് ജനഹിതം. പക്ഷേ അതില് ഇവര് ഭരണ ഇതും വെച്ചിട്ടും കോർപ്പറേറ്റുകളുടെ പണ സംവിധാനവും വെച്ചിട്ട് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് എത്രത്തോളം നാട്ടിൽ വില പോകും എന്നറിയില്ല. ഒരു സംശയം, ഈ 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭയിൽ പാലക്കാട് LDF-നുണ്ടായിരുന്നു. നിങ്ങൾ ഇതിനെ എങ്ങനെ മറികടക്കും? പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം MP രാജേഷ് ജയിച്ചത് ഏകദേശം 83,000 ചില്ലാനും വോട്ടിനാണ്. അല്ല, 1 ലക്ഷത്തിനാണ്. അതിനെ മറികടന്ന് 11,367 വോട്ട് VK ശ്രീകണ്ഠൻ ലീഡ് നേടിയിട്ടുണ്ടെങ്കിൽ ഈ പാലക്കാട് ഷാഫി ഉണ്ടാക്കി വെച്ച ഒരു ട്രെൻഡ് ഉണ്ട്. അതിനോടൊപ്പം നടന്ന MP ആണ് VK ശ്രീകണ്ഠൻ. സാധാരണക്കാരുടെ ഇടയിൽ ഈ 5 കൊല്ലം സാധാരണക്കാരുടെ ഇടയിൽ നടന്ന MP ആണ് ശ്രീകണ്ഠൻ. അപ്പൊ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി വൻ ഭൂരിപക്ഷത്തിൽ VK ശ്രീകണ്ഠൻ പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറും. കേരളത്തിൽ 20-ൽ 20 സീറ്റും കോൺഗ്രസ് നേടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ കൊടുത്തിരപ്പള്ളിയിലെ വീട്ടമ്മയ്ക്ക് കൂടി പറയാനുണ്ട്. എന്താ സാധ്യത? BJP പ്രവർത്തകയാണെന്ന് മനസ്സിലായി, പറഞ്ഞോളൂ. നമസ്കാരം. കൗൺസിലറാണോ? എക്സ് കൗൺസിലറാണ്, എക്സ് മെമ്പറാണ്. ഇപ്പൊ ഇവര് വികസനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. MP ശ്രീകണ്ഠൻ സാറ് ജയിച്ചതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് വികസനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരുപാട് പറയുന്നത്. അപ്പൊ ഞാൻ എക്സ് മെമ്പർ ആയിരിക്കുമ്പോഴും ഇവിടെ MP ആ സാറ് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഈ പ്രദേശം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്, ഈ ഭാഗത്ത് അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നെ കുറിച്ച് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അറിയുന്നില്ല. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഒന്നും ചെയ്തതായി ഞങ്ങൾ അറിയുന്നില്ല. തീർച്ചയായും ഇപ്പൊ ഇവര് വികസനം മാത്രമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഇലക്ഷനെ കുറിച്ചിട്ടാണ്. അതെ, VK ശ്രീകണ്ഠൻ ഈ മണ്ഡലത്തിൽ വന്നിട്ടില്ല എന്നൊരു പരാതി ഉണ്ട്. അല്ല, ഒരു മിനിറ്റ്. VK ശ്രീകണ്ഠൻ പറയുന്ന MP ഈ പറഞ്ഞ മണ്ഡലത്തില് ഇലക്ഷൻ കഴിഞ്ഞ് ഡിക്ലെയർ ചെയ്ത ശേഷം പ്രായരി പഞ്ചായത്തിൽ അടക്കമുള്ളതില് ഈ ജലജീവൻ പദ്ധതി വന്നു പറഞ്ഞു. ജലജീവൻ പദ്ധതി വെറുതെ അവിടുന്ന് ഒരു കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ തരില്ലല്ലോ. ഇവിടേക്ക് പാലക്കാടിന് വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രായരിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോയ MP ആയിരിക്കണം ഇവിടേക്ക് വേണ്ടി വാദിക്കാൻ. അതാണ് ഞങ്ങളുടെ. അതുപോലെ തന്നെ ഈ ജലജീവൻ പദ്ധതി ഉൾപ്പെടെ പല കാര്യങ്ങളും മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണകുമാരേട്ടൻ കൃഷ്ണകുമാരേട്ടൻ ഈ പദ്ധതികൾക്കൊക്കെ കൂടെ നിന്ന് ഈ കേരളത്തിൽ വരണം എന്ന് പറഞ്ഞു. അതിൽ ഒരു സംശയമില്ല. ഇവിടെ മോദിന്റെ ഗ്യാരണ്ടിയാണ് പറയുന്നത്. മോദിന്റെ ഗ്യാരണ്ടി ഞങ്ങൾ 15 ലക്ഷം അക്കൗണ്ടിങ് കണ്ടിട്ടുണ്ട്. അത് ഹിന്ദി അറിയാത്തതുകൊണ്ടുള്ളതാണ്. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഹിന്ദി അറിയാത്തതുകൊണ്ട്. മോദിന്റെ ഗ്യാരണ്ടി ഞങ്ങൾ പലതിനും കണ്ടിട്ടുണ്ട്. ഇവിടെ ആവശ്യം ജനങ്ങൾക്ക് സമാധാനത്തോടെ ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നത്. എന്തായാലും ഈ പ്രാവശ്യത്തിൽ കേന്ദ്ര ഭരണം അട്ടിമറിച്ച് ഇവിടെ നല്ലൊരു ഭരണം ഇന്ത്യ മുന്നണിയില് രാഹുൽ ഗാന്ധി മുന്നിൽ വരുന്ന പോലത്തെ ഒരു വലിയൊരു ഭരണം ശ്രീകണ്ഠൻ ജയിച്ചോണ്ട് നടക്കും. ശരി, പാലക്കാട് വാളയാറ് പോയിട്ടുണ്ട്. ഞാൻ മലയാറ്റൂരിൽ പോയി.